നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ വരികയാണ്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നും സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും കുടുംബം പറയുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം കേസിൽ ഉൾപ്പെട്ട CPI നേതാവ് PP ദിവ്യയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഡാനി പോൾ നൽകും വിവരങ്ങൾ. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ വളരെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന് പോലും. കുടുംബം ഇത്തരത്തിലൊരു കോടതിയിൽ ഇങ്ങനൊരു ഹർജി നൽകുക തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്നു. പ്രത്യേകിച്ചും അതിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയതിലെ സംശയങ്ങൾ മാത്രമല്ല, വേണ്ടതുപോലെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഹർജിയിൽ. അപ്പോൾ കോടതിയിലെ പരിഗണനയിലേക്ക് ആ ഹർജി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഡാനി? ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്ന് കോടതിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബം ആരോപിച്ച കാര്യങ്ങൾ, ഈ കുടുംബം ഹർജിയിൽ പറയുന്ന, പ്രത്യേകിച്ച് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളുണ്ട്. അത് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെയാണ്. അതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണം അതിനെ മുഴുവനായി തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ സംസ്ഥാന സർക്കാർ എന്തു മറുപടി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന്ന് കോടതിയിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു നിലപാട് അതെന്താണ് എന്നതാണ് ഇന്ന് അറിയേണ്ടത്. പ്രത്യേകിച്ച് കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഗുരുതര സ്വഭാവമുള്ളത് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന് വരെ അവർ സംശയിക്കുന്നുണ്ട്. അവർ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ അത് പറയുന്നുണ്ട്. ഇത് പരിശോധിക്കപ്പെട്ടുള്ള അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. ഇത് ആരെന്ന് അന്വേഷിച്ചില്ല. ഈ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം, അതിന് പിന്നിൽ എന്താണ്, അത്തരം വസ്തുതകൾ സംബന്ധിയായ കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതുമാത്രവുമല്ല, CPM നേതാവ് പ്രതിയായ ഒരു കേസിൽ കൃത്യമായ രീതിയിലുള്ളൊരു നീതി നിർവഹണം ഉണ്ടാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതും വളരെ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ്. അതിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രമല്ല, ഇൻക്വസ്റ്റ് നടപടികൾ അത് വളരെ വേഗത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നത് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇവർ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം, അവരോട് അടുപ്പമുള്ളവരുടെ സാന്നിധ്യം അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല. അത്തരം ചട്ടങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല. അതില്ലാതെ തന്നെയാണ് വളരെ വേഗത്തിൽ ഇത് നടത്തിക്കൂട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് തങ്ങൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഒരർത്ഥത്തിൽ അവർ പറയുന്നത് തന്നെ സംസ്ഥാന സർക്കാരിൽ തന്നെയാണ് ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ഒരു CBI അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിന് അനുകൂലമായിട്ട് സർക്കാർ ഈ കോടതിയിൽ നിൽക്കുമോ, എന്താണ് സർക്കാരിൻ്റെ ഒരു നിലപാട് എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഇത് രാഷ്ട്രീയമായി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിനെ തന്നെ അത് വളരെ പ്രതികൂലമായി, പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ കേസ് വരികയും ചെയ്തതാണ്. ഇങ്ങനെയൊരു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുന്നോട്ട് വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ്. അത് എന്ത് പറഞ്ഞാലും അതിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇന്ന് തീർച്ചയായും തന്നെ കോടതി ആരായുക. ഈ കാര്യത്തിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ്. നമുക്കറിയാം, PP ദിവ്യയ്ക്കടക്കം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി അത്തരം കാര്യങ്ങൾ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരും. എന്തടിസ്ഥാനത്തിൽ ഏത് കാരണങ്ങൾ ചൊല്ലി ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു, നിലവിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നതെല്ലാം തന്നെ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യും. അതിൽ എന്താണ് ഇനി കോടതി പറയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കുക. കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരും. ഇനി ഒരുപക്ഷെ മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ വിധിയടക്കമുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും. എന്തായാലും കോടതിയിൽ ഇന്ന് സർക്കാർ എന്ത് മറുപടി നൽകുന്നു എന്നതാണ് അറിയേണ്ടത്. എന്തായാലും കോടതിയിൽ ഈ കേസ് വരികയാണ്. ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജി അത് കോടതി ഇത് പരിഗണിക്കും. വളരെ നിർണായകമാണ് അന്വേഷണ സംഘത്തിനും. ഒപ്പം CPM പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതാണ് കുടുംബത്തിന്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ഇതിൽ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക.